വിഴിഞ്ഞം കരാർ യാഥാർത്ഥ്യമായി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ അദാനി ഗ്രൂപ്പിന് വേണ്ടി സിഇഒ സന്തോഷ് മഹാപാത്രയും കേരളത്തിനു വേണ്ടി പോർട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനിയും ചടങ്ങിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, 1000 ദിവസങ്ങൾ കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്ന് ഗൌതം അദാനി ഉറപ്പു നൽകിയിരിക്കുന്നു. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. അഞ്ജു, വിഴിഞ്ഞത്തിന്റെ നിർമ്മാണ നടത്തിപ്പ് കരാറാണ് ഇന്നിപ്പോൾ വൈകിട്ട് 5:15 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. സർക്കാർ പ്രതിനിധിയായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജെയിംസ് വർഗീസും അദാനി വിഴിഞ്ഞം പോർട്ട്സ് ലിമിറ്റഡിന്റെ സിഇഒയും ഡയറക്ടറുമായ സന്തോഷ് മഹാപാത്രയുമാണ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഗൌതം അദാനി എടുത്തു പറഞ്ഞത് പ്രത്യേകിച്ചും 1000 ദിവസം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. 4 വർഷം കൊണ്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണം എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ. അതിനു മുൻപ് തന്നെ തങ്ങൾ ഇത് പൂർത്തിയാക്കുമെന്ന് ഇവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 1000 ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളപ്പിറവി ദിനമായ നവംബർ 1 തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, വല്ലാപ്പാടം പോലെ ഇതിൽ യാതൊരുവിധ കാലതാമസങ്ങളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം അദ്ദേഹം സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. മറ്റൊന്ന് കബോട്ടാഷ് നിയമത്തിന്റെ കാര്യമാണ്. കബോട്ടാഷ് നിയമത്തിൽ ഇളവ് നേടണം. അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇതിൽ നിന്നും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി അദാനി പോർട്സുമായി കേരളം ഒപ്പുവെച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ഷീജ നൽകിയത്. വിഴിഞ്ഞം കരാർ ഒപ്പിടൽ ചടങ്ങ് മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. കരാർ വ്യവസ്ഥകൾ വിശദമായി ചർച്ച ചെയ്തില്ലെന്ന കാരണത്താലാണ് ചടങ്ങ് ബഹിഷ്കരിച്ചതെന്നാണ് സൂചന. വിവരങ്ങളുമായി സജേഷ് ചേരുകയാണ്. സജേഷ്, പ്രതിപക്ഷം മാത്രമായിരുന്നു ആദ്യം വിഴിഞ്ഞത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ലീഗും ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. സർക്കാരിനുള്ളിൽ തന്നെ ചില പൊട്ടിത്തെറികൾ ഉണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും അഞ്ജു, വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ലീഗ് വിട്ടുനിന്നത് പ്രതിഷേധം മൂലമാണെന്ന് കൂടുതൽ വ്യക്തമാകുകയാണ്. നാളെ സമാനമായ രീതിയിൽ സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തുന്ന മറ്റൊരു പരിപാടി കൊച്ചിയിൽ നടക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളം പൂർണ്ണമായും സൗരോർജ്ജ പദ്ധതിയാക്കി മാറ്റുന്ന ചടങ്ങാണ്. ആ ചടങ്ങിൽ നിന്നും ലീഗ് വിട്ടുനിൽക്കുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. സിയാലിനെ സൗരോർജ്ജ ഉദ്ഘാടനത്തിൽ നിന്നും കുഞ്ഞാലിക്കുട്ടി വിട്ടുനിൽക്കും. ഈ 2 പദ്ധതികളുടെയും ഡയറക്ടർ ബോർഡിൽ കുഞ്ഞാലിക്കുട്ടി അംഗമാണ്. എന്നാൽ കൃത്യമായ കരാർ വ്യവസ്ഥകളൊന്നും കുഞ്ഞാലിക്കുട്ടിയോ മുസ്ലിം ലീഗോ അറിഞ്ഞിട്ടില്ലെന്ന ഇതിലാണ് ലീഗിന്റെ പ്രതിഷേധം. പ്രധാനപ്പെട്ട പദ്ധതികളിൽ നിന്നെല്ലാം ലീഗ് അവഗണിക്കപ്പെടുന്നു. ലീഗ് നേതൃത്വം അത് അറിയുന്നില്ല എന്ന പരാതി ലീഗിനുണ്ട്. ഈ 2 പരിപാടികൾക്കും കുഞ്ഞാലിക്കുട്ടിയെ ഔദ്യോഗികമായി ക്ഷണിച്ചില്ല. വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് തപാലിലൂടെ ഒരു കത്തയച്ചു മാത്രമാണ് കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിച്ചത്. സിയാലിന്റെ നാളെ നടക്കാനിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ടെലിഫോണിലൂടെ മാത്രമാണ് കുഞ്ഞാലിക്കുട്ടിയെ ക്ഷണിച്ചത്. ഇതിൽ വലിയ അതൃപ്തി ലീഗിനകത്തുണ്ട്. എന്നാൽ ഇക്കാര്യം ലീഗ് നേതാക്കൾ പുറത്ത് പരസ്യമായി സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നതിനുള്ള ഉന്നതാധികാര സമിതി പാണക്കാട് ചേരുന്നു. അതുകൊണ്ട് മന്ത്രിമാർ വിട്ടുനിൽക്കുന്നുവെന്നാണ് ലീഗിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന നിലയിൽ സർക്കാർ കൊട്ടിഘോഷിക്കുന്ന ഈ പരിപാടിയിൽ മന്ത്രിസഭയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടിയും മറ്റ് ലീഗിന്റെ 5 മന്ത്രിമാരും വിട്ടുനിന്നു. വളരെ കൃത്യമായ അതൃപ്തി തന്നെയാണ് വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ലീഗ് പ്രകടിപ്പിക്കുന്നത്. നാളെ നടക്കുന്ന സിയാൽ സൗരോർജ്ജ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനാണ് ലീഗ് നേതാക്കളുടെ ഇപ്പോഴത്തെ തീരുമാനം. അഞ്ജു, വിഴിഞ്ഞം തുറമുഖ ചടങ്ങിൽ നിന്ന് കരാർ ഒപ്പിടൽ ചടങ്ങിൽ നിന്ന് ലീഗ് വിട്ടുനിന്നു. വിവരങ്ങളാണ് എം.ആർ. സജേഷ് നൽകിയത്. വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് ലത്തീൻ കത്തോലിക്ക അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് സൂസെപാക്യം. പദ്ധതി സംബന്ധിച്ച് ആശങ്കകൾ അറിയിക്കുമ്പോൾ സർക്കാർ അവഗണിക്കുകയാണ്. മുൻവിധികളോടെയാണ് തങ്ങളെ കാണുന്നത്. 19-ന് മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സൂസെപാക്യം പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച ആശങ്കകൾ വിശദീകരിക്കാൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിന്റെ അടിയന്തര ഉന്നതാധികാര സമിതി യോഗം പാണക്കാട്ട് വിളിച്ചു ചേർത്തു. വിവരങ്ങളുമായി സ്വാലിക് ചേരുകയാണ്. സ്വാലിക്, വിഴിഞ്ഞം കരാർ ഒപ്പിടൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര യോഗം മലപ്പുറത്ത് ചേരുന്നത്. എന്താണ് വിവരങ്ങൾ? അഞ്ജു, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം ഉന്നതാധികാര സമിതി യോഗം ഇപ്പോൾ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്.
വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ ഒപ്പിടുന്ന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതല്ല, മറിച്ച് വിളിക്കാതിരുന്നതെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഇക്കാര്യം തന്നെയാണ് ഇന്ന് നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ഔദ്യോഗികമായി കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചിരുന്നില്ല എന്നാണ് ലീഗ് നേതാക്കളിൽ ചിലർ പറയുന്നത്. ഏതായാലും ഇന്ന് നടക്കുന്ന യോഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അവലോകനത്തിന് വേണ്ടിയാണ് എന്നാണ് നേതാക്കൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ചർച്ച നടക്കുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യമുണ്ടായതും അതോടൊപ്പം സർക്കാരുമായുള്ള ഭിന്നിപ്പ് ഇന്നലെ വൈകുന്നേരം KPA മജീദ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് വ്യക്തമാക്കിയിരുന്നു. രണ്ടാം ഭാഷാ സമരത്തിന്റെ സമയമായിരിക്കുന്നു എന്ന് വരെ KPA മജീദ് ഇന്നലെ പറഞ്ഞിരുന്നു. ഇതിന്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ തന്നെ പാണക്കാട് തറവാട്ടിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം ചേരുന്നത്. അഹമ്മദും ET മുഹമ്മദ് ബഷീറും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും കൂടെ ഉൾപ്പെട്ട ഒരു യോഗമാണ് തങ്ങളുടെ വസതിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂറായി യോഗം ഇപ്പോഴും തുടരുകയാണ്. അഞ്ജു, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. ബാർക്കോഴ കേസിൽ മന്ത്രി KM മാണി കോഴ കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്ന് വിജിലൻസ് SP സുകേഷിന്റെ റിപ്പോർട്ട്. 15 ലക്ഷം പാലായിലെ സ്വകാര്യ വസതിയിൽ വെച്ചും 10 ലക്ഷം ഔദ്യോഗിക വസതിയിൽ വെച്ചും കൈപ്പറ്റിയത് ശാസ്ത്രീയ തെളിവുകളുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേഷിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സുകേഷിന്റെ വസ്തുതാ വിവര റിപ്പോർട്ട് പീപ്പിൾ TVക്ക് ലഭിച്ചു. ബാർക്കോഴ കേസിൽ KM മാണിയെ അഴിമതി നിരോധന നിയമപ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ശുപാർശയടങ്ങിയ വിജിലൻസ് SP R സുകേഷിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. പാലായിലെ വസതിയിൽ വെച്ച് 15 ലക്ഷം രൂപയും തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ 10 ലക്ഷം രൂപയും ബാർ ഉടമകൾ മാണിക്ക് കൈമാറിയതിന് തെളിവുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2014 മാർച്ച് 22-നും ഏപ്രിൽ 2-നുമാണ് ബാർ ഉടമകൾ പണം കൈമാറിയത്. മൊഴികളുടെയും രേഖകളുടെയും ശാസ്ത്രീയ പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ മാണി കോഴ വാങ്ങിയതിന് തെളിവുണ്ടെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. നിയമമന്ത്രി കൂടിയായ KM മാണിയുടെ എതിർപ്പിനെ തുടർന്നാണ് 2014 മാർച്ച് 26-ലെ മന്ത്രിസഭാ യോഗം ബാർ ലൈസൻസ് പുതുക്കുന്നതിൽ തീരുമാനമെടുക്കുന്നത് നീട്ടിവെച്ചത്. കോഴ വാങ്ങുന്നതിന് അനുകൂല സാഹചര്യം ഒരുക്കാൻ മന്ത്രിസഭാ തീരുമാനം മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബാർ ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയെ കണ്ടിട്ടില്ലെന്നാണ് KM മാണിയുടെ മൊഴി. എന്നാൽ ഏപ്രിൽ 2-ന് രാവിലെ 7 മണിക്ക് ഔദ്യോഗിക വസതിയായ പ്രശാന്തിയിൽ വെച്ച് മാണിയെ കണ്ടതായി രാജ്കുമാർ ഉണ്ണി മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ശരിയാണെന്ന് മൊബൈൽ ഫോൺ രേഖകളുടെ പരിശോധന വ്യക്തമാക്കുന്നു. പണവുമായി മാണിയുടെ ഔദ്യോഗിക വസതിയിൽ പോയെന്ന ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴി സാധൂകരിക്കുന്നതിന് തെളിവുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 8 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ തയ്യാറാക്കിയ വസ്തുതാ വിവര റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ബാർ ഉടമകളിൽ നിന്ന് KM മാണി കോഴ വാങ്ങിയതിലുള്ള തെളിവുകൾ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് മറച്ചുവെച്ചുകൊണ്ടാണ് കേസിൽ തെളിവില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന അന്തിമ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ കോടതിയിൽ സമർപ്പിച്ചത്. നിയമകാര്യ ലേഖകൻ ആനന്ദിനൊപ്പം MR സജേഷ്, തിരുവനന്തപുരം. SP സുകേഷൻ നടത്തിയ ക്വിക്ക് വെരിഫിക്കേഷനിലും KM മാണിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ. മാണി പണം കൈപ്പറ്റിയതിന് ദൃക്സാക്ഷിമൊഴിയുള്ളതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പണം കൈമാറ്റം നടന്നത് പാലായിലും തിരുവനന്തപുരത്ത് വെച്ചും ആണെന്നും പറയുന്നു. ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതെന്നും തുടരന്വേഷണത്തിന് തീരുമാനിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും KM മാണി പണം വാങ്ങിയെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന നിരവധി തെളിവുകളാണ് ക്വിക്ക് വെരിഫിക്കേഷനിൽ ഉയർന്നു വന്നത്. മാണിയുടെ പാലയിലെയും തലസ്ഥാനത്തെ മന്ത്രിമന്ദിരമായ പ്രശാന്തിയിലും വെച്ച് പണം കൈമാറ്റം നടന്നതായി മൊഴി ലഭിച്ചു. 2014 ഏപ്രിൽ 2-ാം തീയതി പുലർച്ചെ പ്രശാന്തിയിൽ വെച്ച് രാജ്കുമാർ ഉണ്ണിയിൽ നിന്നും KM മാണി പണം കൈകൊണ്ട് വാങ്ങുന്നത് നേരിൽ കണ്ടു എന്ന് ഡ്രൈവർ അമ്പിളി മൊഴി നൽകി. കൂടാതെ ബാർ ഉടമകളായ സാജു ഡൊമിനിക്കും അംബാസഡർ തങ്കച്ചനും മാണിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. മാണിക്ക് കൈമാറാനുള്ള പണം സാജു ഡൊമിനിക്ക് അംബാസഡർ തങ്കച്ചനും തങ്കച്ചൻ ജോൺ കല്ലാട്ടിനും കൈമാറി. കല്ലാട്ട് പണമടങ്ങിയ പ്ലാസ്റ്റിക് കവറുമായി മാണിയുടെ വീട്ടിലേക്ക് കയറിപ്പോയി. ഇലക്ഷനാണ്, കയ്യിൽ പണമൊന്നുമില്ല എന്ന് മാണി ആവശ്യപ്പെട്ടതായും വിജിലൻസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 കോടി രൂപ പിരിക്കാനായിരുന്നു ബാർ ഉടമകളുടെ തീരുമാനം. ഇതിന്റെ ആദ്യ ഗഡുവായ 1 കോടി 3 തവണകളായി കൊടുത്തു. 2014 മാർച്ച് 22-ന് 15 ലക്ഷവും 2-ാം ഗഡുവായ 50 ലക്ഷം പിറ്റേന്നും 3-ാം ഗഡുവായ 35 ലക്ഷം 2014 ഏപ്രിൽ 2-നും കൈമാറി. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ മാണി നിഷേധിച്ചതായും ബാർ ഉടമകൾ തന്നെ ഈ ദിവസങ്ങളിൽ കണ്ടിട്ടില്ലെന്നും മാണി മൊഴി നൽകി.
മാണിക്ക് പണം കൈമാറാനായി രാജ്കുമാർ ഉണ്ണി ഏപ്രിൽ 1 രാത്രി പാർക്ക് രാജധാനിയിലെ 104 നമ്പർ മുറിയിൽ താമസിച്ചു. പ്രഥമ ദൃഷ്ട്യാ തന്നെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് നിലനിൽക്കുമെന്നും അതിനാൽ തുടരന്വേഷണം ആവശ്യമുണ്ടെന്നും സുകേശന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്താൻ വിജിലൻസ് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UAE സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയും ഇന്നുമായി UAEയിലെ ഇന്ത്യൻ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും ചർച്ച നടത്തി. ഇന്ത്യയിൽ വൻ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്ന് വ്യവസായികൾ മോദിയെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ദുബായിൽ വലിയൊരു സ്വീകരണമാണ് കിട്ടിയത്. ദുബായിലുള്ള അല്ലെങ്കിൽ UAEയിലുള്ള ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകർ, വ്യവസായ സംരംഭകർ ഒക്കെ കൂടി ചേർന്ന് അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകി. മലയാളികളായ വ്യവസായികൾ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ത്യയിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ അതിനുള്ള ഭൗതിക സാഹചര്യവും മറ്റ് ഉദ്യോഗ തലത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാവണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. 500 മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഇന്ത്യയിൽ. വെറുതെ കിടക്കാൻ മുകളിൽ തന്നെ ഇഷ്ടം പോലെ ഷോപ്പിംഗ് മാൾസും മറ്റു കൊമേഴ്സ് സെന്റർ ഉണ്ടാക്കാം. അതിനൊക്കെ ആൾക്കാർ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്നുണ്ട് ഗവൺമെന്റുമായിട്ട്. IT ഫീൽഡും പിന്നെ മറ്റ് പവർ രംഗത്ത് സംസാരിക്കുന്നുണ്ട്. സോളാർ എനർജിയാണ് കൂടുതൽ നോക്കുന്നത്, സോളാർ ആൻഡ് IT. അപ്പോൾ അദ്ദേഹം സ്ട്രെസ് ചെയ്ത ഒരു പോയിന്റ് നാട്ടിലുള്ള ഈ ഒരു ലോ കോസ്റ്റ് ഹൗസിംഗ് 50 മില്യൺ വീടുകൾ വേണം ഇന്ത്യയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. 2.6 മില്യൺ ഇന്ത്യൻ ആൾക്കാരുണ്ടാകുമ്പോൾ ഇവിടുന്ന് ഒരു $14 ബില്യൺ റെമിറ്റൻസ് എല്ലാ വർഷവും നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്ര ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു രാജ്യം, അതിന് ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ സന്ദർശിക്കുന്നത് ഏറ്റവും വലിയ ഒരു കാര്യം. ജ്വല്ലറി ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വരവ് വളരെ പോസിറ്റീവാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സ്വർണ്ണ വ്യാപാര മേഖല. 10% നികുതി ഏർപ്പെടുത്തിയതിനു ശേഷം സ്വർണത്തിന്റെ ലഭ്യത വളരെ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ പാരലൽ ഇമ്പോർട്ട് വളരെ കൂടിയിട്ടുണ്ട്. ക്രാഫ്റ്റ്മാൻഷിപ്പും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ജ്വല്ലറി വ്യവസായത്തെ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തിന് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. വലിയ കമ്പനീസ് ആയിരുന്ന കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാം തന്നെ ഈ ഡെവലപ്പിംഗ് എക്കോണമി ഇന്ത്യ ഒരു ഫോഴ്സ് ആയി എന്നുള്ള ഒരു അക്സെപ്റ്റഡ് ഫാക്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനിയും ഇൻവെസ്റ്റ്മെന്റ്സ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ സംഗമ ഭൂമിയിൽ നിന്നും EM. മനസ്സിന്റെ വ്യവസായമാണ് മാധ്യമ വ്യവസായമെന്നും മൂലധനമാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം നിർണ്ണയിക്കുന്നതെന്നും മാധ്യമപ്രവർത്തകനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസ് അബുദാബിയിൽ KMCC സംഘടിപ്പിച്ച മാധ്യമ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനസ്സിന്റെ വ്യവസായമാണ് മാധ്യമമെന്നും മൂലധനമാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം നിർണ്ണയിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. മീഡിയ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വ്യവസായം, മൈൻഡ് ഇൻഡസ്ട്രി. ഒരുപക്ഷെ മറ്റ് വ്യവസായങ്ങളിൽ നിന്ന് മീഡിയയെ മാറ്റി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് സോപ്പ്, കൺമഷി, ചാന്ത്, പൊട്ട്, ഇതൊക്കെ നമ്മുടെ തൊലിപ്പുറത്ത് മാത്രമേ സ്വാധീനിച്ചിട്ടുള്ളൂ. പക്ഷേ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുകയും നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുകയും നമ്മുടെ സംസ്കാരത്തെ മലക്കമറിക്കുകയും ചെയ്യും. ജനത്തിന്റെ മനസ്സിൽ മാറ്റം വരാതെ ഞങ്ങൾ മാറില്ല എന്ന് പറയുന്നതിന് പകരം ജനത്തിന്റെ മനസ്സിൽ മാറ്റം വരുത്തിക്കൊണ്ട് മാറണമെന്നുള്ളതാണ് ഒരുപക്ഷെ മാധ്യമങ്ങളുടെ നിക്ഷിപ്തമായിട്ടുള്ള കടമയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് അബുദാബി KMCC മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചത്. ഗണേഷ് ബാബു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KN ഖാദർ MLA മോഡറേറ്ററായിരുന്നു. മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ്, മാധ്യമപ്രവർത്തകൻ O അബ്ദുള്ള എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. നസീർ മട്ടോൽ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, അബുദാബി. ഇൻട്രോയിൽ ഫർണിച്ചറിന്റെ 11ാമത്തെ ഷോറൂം തൃശൂർ നന്ദിക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. കല്യാൺ സിൽക്സ് MD പട്ടാഭിരാമൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. എലൈറ്റ് ഗ്രൂപ്പ് MD TR വിജയൻ ആദ്യ വിൽപ്പന നടത്തി. ഇൻട്രോയിൽ ഗ്രൂപ്പ് MD സുഗതൻ ചടങ്ങിൽ പങ്കെടുത്തു. പ്രമുഖ മൊബൈൽ വിപണന ശൃംഖലയായ ഫോൺ യുവിന്റെ പുതിയ ഷോറൂം തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈസ്റ്റ് ഫോർട്ടിൽ തുടങ്ങിയ ഷോറൂമിന്റെ ഉദ്ഘാടനം കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ നിർവഹിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഫോൺ ഫോർ യു ഗ്രൂപ്പ് MD സെയ്ദ് ഹമീദ് അറിയിച്ചു.